ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ് മുന്തിരിത്തോട്ടത്തിലാണ് ഇന്നിപ്പോൾ വന്നത്. വീട്ടുകാരെയും കൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ വന്നത്. ബാക്കി കസ്റ്റമേഴ്സിനെ കൊണ്ടാണ്. പക്ഷേ ഇന്ന് വന്ന് നമ്മൾ ഇന്ന് വന്ന് വീട്ടിലുള്ള ആൾക്കാരെ കൂട്ടി, കുടുംബക്കാരെ കൂട്ടി വന്നതാണ്. എൻ്റെ ചുറ്റും കാണുന്ന മുന്തിരിത്തോട്ടം. ഞാനിപ്പോൾ 6-7ാമത്തെ തവണയാണ് ഇവിടെ ആൾക്കാരെ കൊണ്ട് വരുന്നത്. തിരക്കുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, ലാസ്റ്റ് 16-ാം തീയതി. ഇന്നലെ സ്വാതന്ത്ര്യം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഏകദേശമൊക്കെ ഒരു ആൾക്കാരൊക്കെ ഒരു എന്താ പറയണേ, ഏകദേശം ആൾക്കാർ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഇതിന് മുന്നേ കഴിഞ്ഞ 9-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിലും തിരക്കായിരുന്നു. പക്ഷെ അന്നത്തെ അത്ര തിരക്കുന്നില്ല. പിള്ളേരെ എക്സാമും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും തിരക്ക് കുറഞ്ഞതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കിയാൽ മുന്തിരിയൊക്കെ ഏകദേശം പറിക്കാനായി കേട്ടോ. ഉണ്ട്, എൻ്റെ തലയ്ക്ക് മുകളിൽ കാണുന്നൊക്കെ മുന്തിരികൾ ഏകദേശമൊക്കെ പറിക്കാനായിട്ടുണ്ട്. കുറേയൊക്കെ പഴുത്ത് വീഴുന്നുണ്ട്. കുറേ ആൾക്കാർ കാണാതെയും പറിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫ്രണ്ട് കാണിച്ചു തരാം. എല്ലാം ഏകദേശം പറിക്കാനായിട്ടോ മുന്തിരിയൊക്കെ ഉണ്ടോ. മുന്തിരി എൻ്റെ തലയ്ക്ക് മുകളിലൊക്കെ കണ്ടോ, എല്ലാം പറിക്കാനായ മുന്തിരികളാണ്. ഫാമിലിയൊക്കെ ഉണ്ട്. എല്ലാവരും കടാ ഒരു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചുറ്റുപാട് എൻ്റെ ചുറ്റും നിറച്ച ആൾക്കാരട്ടോ. ഫുൾ ആളാണ്, മൊത്തം ആൾക്കാരാണ്. ഇവർ വിസിലടിക്കുന്നുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കുറേ ആൾക്കാർ മുന്തിരി പറിക്കുന്നുണ്ട്. അപ്പോൾ പറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ വിസിലടിച്ച് ഇവരെ പുറകെ നടക്കുന്നത്. പറിച്ച് കഴിക്കരുത് കേട്ടോ. ശരിക്കും ഫുള്ള് എന്താ പറയുക, മരുന്നൊക്കെ അടിച്ച് ഇട്ടേക്കുന്ന സാധനങ്ങളൊക്കെ പറിച്ച് കഴിക്കാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. പിള്ളേർക്കൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാർ പറിച്ച് കൊടുക്കുന്നൊക്കെ കണ്ടു. അങ്ങനെ ചെയ്യരുത്. ഇത് കഴുകുക പോലും ചെയ്യാതെ മരുന്നടിച്ച് ഇവർ എന്താ പറയുക, ഒരാൾക്ക് 25 രൂപ വെച്ച് ടിക്കറ്റ് വാങ്ങുമ്പോൾ ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏകദേശം പറിച്ച് അല്ലാത്ത തോട്ടമൊക്കെയാണെങ്കിൽ ഏകദേശം എപ്പോഴോ പറിച്ചു കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ നിർത്തണമെങ്കിൽ തന്നെ അത്യാവശ്യം മരുന്നൊക്കെ അടിച്ച് നിർത്തല്ലാതെ നിൽക്കാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് വന്ന ആൾക്കാർ പറിച്ച് കഴിക്കരുത്. കഴിക്കാതെ വന്ന് കാണുക, ഫോട്ടോയൊക്കെ എടുത്ത് പോവുക, അതൊക്കെ അല്ലാതെ വേറൊന്നും ചെയ്യരുത്. കളിയാണ്. ഒളിച്ചേവാ വാ, ഇവിടെ ഓടിക്കളിയാണ്. ഫുള്ള് ഓടിക്കളിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഏകദേശം കഴിയാനായി തോന്നുന്നു. പരിപാടി ഏകദേശമൊക്കെ തീരാനായി. മുന്തിരിയൊക്കെ ഏകദേശം കൊഴിഞ്ഞൊക്കെ കുറേയൊക്കെ കൊഴിഞ്ഞ് തീരാനായി. ഇത് കണ്ടോ, ഇതിൻ്റെ കൊലയിൽ തന്നെ കാണാം. ഏകദേശം കണ്ടോ, അതൊക്കെ കുറേ ആൾക്കാർ പറിച്ചു പോയി. കുറച്ചൊക്കെ കൊഴിഞ്ഞു വീണത് അങ്ങനെയൊക്കെയാണ്. ബാക്കിയൊക്കെ അതിൻ്റെ മുകളിലേക്കൊക്കെ ഉള്ളൂ. പിന്നെ ഉണ്ട്, അത്യാവശ്യം കൊലകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വരിക, വന്നൊക്കെ കാണുകയൊക്കെ ചെയ്യാം. മുന്തിരിത്തോട്ടമൊക്കെ ഇപ്പോൾ നമ്മളടുത്തുള്ളതൊക്കെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും വന്ന് കാണാനും പറ്റില്ല. അല്ലെങ്കിൽ മൂന്നാറൊക്കെ മുന്തിരിത്തോട്ടങ്ങളുള്ളത്. നമുക്കിങ്ങനെ വന്ന് കാണാനുള്ള എല്ലാവർക്കും കഴിവുകളൊന്നും നടക്കുകയൊന്നുമില്ല. അപ്പോൾ പിന്നെ പ്രിയദർശിനി ഉണ്ട്, സ്ത്രീകൾക്കൊക്കെ ഫ്രീ ആയിട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് തോന്നുന്നു. കാരണം ഒരുപാട് സ്ത്രീകൾ പ്രിയദർശിനി ബസ്സിൽ കയറി ഇവിടെ വന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഓക്കെ, ബൈ. എല്ലാവരും വന്ന് കാണാനൊക്കെ നോക്ക്. ഇനിയിപ്പോൾ ഒരു അടുത്ത വീഡിയോയിലേക്ക് എത്തുന്നവരെ ബൈ. ശരി.